നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ നോക്കിയിരിക്കേണ്ട മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏത്? NH-744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാടാണ്. വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിയിൽ മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? നൂറനാടാണ്. നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കുമളി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ്. ആലുവ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ കുറേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് നിരന്തരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ജനറൽ PSC ബാച്ച്, അത് ഡിഗ്രി ലെവൽ എക്സാംസ്, +2 ലെവൽ, 10th ലെവൽ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെ കവർ ചെയ്യുന്നതാണ് ജനറൽ PSC. അപ്പോൾ ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ 10th പ്രിലിംസ് ഒള്ളി ബാച്ച് ഉണ്ട്. 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ഉണ്ട്. അടുത്ത വർഷം വരാനിരിക്കുന്ന ബെഫ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ ഫയർമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ചസ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറും അവൈലബിൾ ആണ്. 2024 ഡിസംബർ 31 മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. ഫീസിൽ 399 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ന്യൂ ഇയർ എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ചാറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യുക. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ്. മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏത്? അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആര്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 എന്ന് ഓർത്താൽ മതി. 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ജൂൾ. ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? തെലങ്കാനയാണ്. തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് രാജ്യത്ത് 5G സേവനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്.
ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചന്ദ് ആണ്. പ്രചന്ദ് വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനിയാണ്. നൂറുമേനി. അടുത്തത് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിന് നിങ്ങൾ SCERT തന്നെ ആശ്രയിച്ചാൽ മതി. അതിൽ നിന്ന് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. ശരി. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ എന്തുണ്ടാകുന്നു? നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. അപ്പൊ 2 പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്ത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? കാർഷിക സർവകലാശാല മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏത്? വൃക്കയാണ് നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്നത്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സ്വാന്തേ പാബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡമാണ്. പിണ്ഡം. അടുത്ത ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലിയാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക ആവർത്തന പട്ടികയിൽ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏത്? മെർക്കുറിയുടെ അയിര് സിന്നബാർ ആണ്. സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ജഡത്വമാണ്. ജഡത്വം. ഇനേർഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏത്? ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്ന ദിവസം? കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് 8 ദിവസമാണ് എടുക്കുന്നത്. പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം? പുകവലി മൂലം ഉണ്ടാകുന്നത് ബ്രോങ്കൈറ്റീസ് ആണ്. ബ്രോങ്കൈറ്റീസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ചലനരഹിത സന്ധിക്ക് ഉദാഹരണം തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. വിസർജന അവയവം വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവിയാണ് മനുഷ്യൻ. മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ് ആണ്. വീണ ജോർജ്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ B. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലമാണ്. താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം? ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വൈറസ് ആണ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതലും സയൻസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ സയൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ SCERT തന്നെയാണ്. പിന്നെ 2-3 കറണ്ട് അഫയേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോഴാകുമ്പോൾ കോഴ്സ് ഫീസിൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. ന്യൂ ഇയർ ഓഫറാണ്. അപ്പോൾ December 31 വരെ ആ ഓഫർ ഉള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.